PMR ഷോ നോക്കൂ, ഇതാണ് ഇപ്പോഴുമുള്ള വാദം. പക്ഷെ അതിൽ അല്പവസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഇവിടെ സംസ്കാരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിലുമൊക്കെ ചില ആ വാദങ്ങളിലെ പിടിമുറുക്കമൊക്കെ ഒന്ന് അഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ആർഷോ, എന്തിനാണ് എതിർക്കുന്നത്? സൂംബ നൃത്തം യോജിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണ് പ്രശ്നം? ഡാൻസിനാണോ പ്രശ്നം? മ്യൂസിക്കിനാണോ പ്രശ്നം? എന്താണ് ഇവർ എതിർക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, എന്താണ് ഇവർ എതിർക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ വ്യക്തതയില്ല എന്നുള്ളതാണല്ലോ അദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചതിലും നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ അവർ നേരത്തെ പറഞ്ഞ അവരുടെ ആദ്യ പ്രതികരണം ഈ ഒരു സംവാദം അല്ലെങ്കിൽ ഈ ഒരു ചർച്ച ആരംഭിക്കാൻ ഇടയാക്കിയിട്ടുള്ള സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റിൽ ഉൾപ്പെടെ പ്രതിപാദിച്ചത് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിമർശനമായി അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അവർ അതിൽ നിന്ന് പിന്മാറി. ഇനി സഹപാനലിസ്റ്റ് കുറച്ച് മുൻപ് സംസ്കാരത്തെ സംബന്ധിച്ച് ഏത് സംസ്കാരം, അതിനകത്ത് ഇതിനകത്ത് സാംസ്കാരികമായി അവർ കാണുന്ന പ്രയാസം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നില്ല. ഇനി ഇതിലുള്ള പാട്ടാണ് അവരുടെ വിഷയം. അല്ല, അവർക്ക് പല ഘട്ടത്തിൽ ചിലപ്പോൾ പാട്ട് പ്രശ്നമായിട്ടുണ്ടാകും, നൃത്തം പ്രശ്നമായിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള പാഠ്യപദ്ധതിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി സംഗീതം അഭ്യസിക്കുന്നുണ്ട്, ഡാൻസ് അഭ്യസിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ നിലയ്ക്കുമുള്ള എല്ലാ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക ഇടപെടലുകളൊക്കെ നമ്മുടെ പാഠ്യപദ്ധതിയിലും പാഠഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുത്തി അതെല്ലാം തന്നെ വിദ്യാർത്ഥികളിലേക്ക് വളരെ മനോഹരമായി എത്തിക്കുന്ന നിലയിലാണ് നമ്മുടെ സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ സംവിധാനമാകെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇനി ഏറ്റവും ഒടുക്കം അദ്ദേഹം പറഞ്ഞത് ഇത് ചിട്ടപ്പെടുത്തിയത് ഏതോ നർത്തകനാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അതായത് നർത്തകൻ ചിട്ടപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് എന്താണ് അവരതിൽ കാണുന്ന പ്രശ്നം എന്താണ്? അപ്പോൾ ഈ നിലയ്ക്ക് എന്തുകൊണ്ട് ഇവരിതിനകത്ത് എതിർക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഘട്ടം വരെ അവർക്കൊരു വ്യക്തത വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നേരത്തെ സംസാരിച്ച മാഡം ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചതിനോട് ചേർത്ത് ഒന്ന് പറയാനുള്ളത്, പൊതുവെ ഇപ്പോൾ കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അതിനകത്ത് വളരെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് കോവിഡാനന്തരം പൊതുവെ നമ്മുടെ ലോകത്ത് തന്നെയുള്ള മനുഷ്യരുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ലോകത്താകെ തന്നെ പ്രത്യേകിച്ച് ആത്മഹത്യയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന വർധനവ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ തുടർച്ചയിലുണ്ടാകുന്ന ആത്മഹത്യകളുടെ എണ്ണത്തിലെ വർധനവൊക്കെ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും മാനസികമായി ഏറ്റവും മികച്ച ആരോഗ്യത്തോടു കൂടെയുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്, ഈ സമൂഹത്തിൻ്റെ ആകെ കടമയാണ്. ആ കടമയുടെ തുടർച്ചയിലാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ ഈ പഠനം, പരീക്ഷ തുടങ്ങിയവയുടെ വലിയ സ്ട്രെസ്സ്, വലിയ ഭാരമൊക്കെ പേറിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും വളരെ റിലാക്സ്ഡ് ആയിട്ട് ക്യാമ്പസ് സ്കൂളിനകത്ത് ചെല്ലുന്നതിന് വേണ്ടിയും പഠിക്കുന്നതിന് വേണ്ടിയും അതിനോടൊപ്പം തന്നെ മറ്റ് അക്കാദമിക് ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ, ആ വിപുലമായ പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്ന തലമുറ ഏറ്റവും മികച്ച നിലയിൽ രൂപപ്പെടണമെന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. എന്ത് വന്നാലും അതിനെ എതിർക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് പല ഘട്ടത്തിലും നമ്മൾ കാണുകയാണ്. അതിപ്പോൾ വല്ലാധിപർ വിദ്യാഭ്യാസ മേഖലയെ ടാർഗറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ഇതിനു മുൻപ് ഈ പറഞ്ഞ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ ചില സ്കൂളുകളിൽ അവതരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ ഇവരാരംഭിച്ചിട്ടുള്ള വലിയ വിദ്വേഷ പ്രചരണം, വലിയ നിലക്കുള്ള ആക്രമണ സ്വഭാവത്തോടു കൂടിയുള്ള പ്രചരണമൊക്കെ ഈ നാട് കണ്ടതാണ്. അതിനെയൊക്കെ ഈ നാട് ചെറുത്ത് പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങേയറ്റം നാടിനെ പുറകോട്ട് നടത്തുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇവരുടെ കണ്ണിൻ്റെ പ്രശ്നമാണ്, ഇവരുടെ കാഴ്ചയുടെ പ്രശ്നം എന്നുള്ളതിൽ കവിഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല സൂംബ. ഇനി ഇവർ പറയുന്നത് പോലെ സൂംബ മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ യോഗയുൾപ്പെടെയുള്ള വിവിധങ്ങളായ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തുണ്ട്. അത് ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ടായിരുന്നു, വലിയ എതിർപ്പ് പല കോണുകളിൽ നിന്നുമുണ്ടെന്ന്. ഏത് കോണുകളിൽ നിന്ന് ഇവരുടെ തന്നെ സഹപ്രവർത്തകൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് തന്നെ നിലവാരമില്ലാത്തതാണ്, ഈ പറഞ്ഞ പോലെ അധിക്ഷേപത്തോടു കൂടിയുള്ളതാണ്, ഈ പറഞ്ഞ പോലെ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോഴും വിയോജിപ്പ്. ഞാൻ ഒരു കാര്യം ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇന്ന് കേട്ട ചില പ്രതികരണങ്ങളിൽ ഇപ്പോൾ മുഹമ്മദ് ഷമീൽ പറഞ്ഞ അതിനോട് യോജിക്കാൻ അതിനോട് അല്പ സാമ്യമുള്ള ഒരു പ്രതികരണം വന്നത് അതിശയിപ്പിക്കുന്നതാണ്. അത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റേതാണ്. ഇത് നമ്മുടെ വിദേശീയമായിട്ടുള്ളൊരു കാര്യമാണ്.
എന്താണ് സൂംബ എന്തിനാണ് സൂംബ എന്ന് ചോദിച്ചതാണ് BJP നേതാവ് വി മുരളീധരൻ. പിന്നെ അതാ കേൾക്കുന്നത് മുഹമ്മദ് ഷമീലിനെ പോലുള്ളവരിൽ നിന്നാണ്. സമയം തരികയാണെങ്കിൽ വിശദീകരിക്കാൻ പറ്റും. ഇടപെടാതെ സമയം തരികയാണെങ്കിൽ ഷമീലിനെ പോലുള്ള ആളുകൾ സ്വയം ആലോചിക്കേണ്ടത് വി മുരളീധരന്റെ തലവാരത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അതിൽ കൂടുതൽ അതിനോട് പ്രതികരിക്കുന്നില്ല. ഇപ്പം ഇങ്ങനെ ഈ സമാന അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ചും പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിലും സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ പിന്തിരിപ്പൻ വാദങ്ങളുമായി എല്ലാ പൊതുസമൂഹത്തിനകത്തേക്ക് ഇറങ്ങി എന്ന് ഈ കൂട്ടരും മനസ്സിലാക്കുക. ഇതിനോടൊപ്പം എന്താ പറയുക, എന്നെ ഭയപ്പെടുത്തുന്ന ഒന്നുണ്ട്. ഒന്ന്, അത് ഇദ്ദേഹത്തിന് തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ച ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ്റെ കുട്ടിയെക്കുറിച്ച്, മകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ കുട്ടിയെക്കുറിച്ചാണ് എനിക്ക് വലിയ എന്താ പറയുക പ്രയാസം അല്ലെങ്കിൽ ആശങ്കയും ആകുലതയുള്ളത്. ഞാൻ കരുതുന്നില്ല ആ കുട്ടിയുടെ താല്പര്യമാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് എഴുതിയിട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അദ്ദേഹത്തിൻ്റെ വളരെ ചുരുങ്ങിയ രാഷ്ട്രീയ കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം മാത്രമായിരിക്കും അതിൽ ആ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായത് ആ കുട്ടിയോട് ചെയ്യുന്ന മഹാപാതകമാണ് എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട്. നാളെ കുട്ടി സ്കൂളിലേക്ക് പോകേണ്ടി വരും. ആ കുട്ടിക്ക് ഒരുപക്ഷെ താല്പര്യം ഉണ്ടാകും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കരുതുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്ത് അദ്ദേഹം മോൾഡ് ചെയ്തെടുത്തൊരു കഥയായിരിക്കുന്നതിന് വേണ്ടിയേ തരമുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ആ കുട്ടി നിർബന്ധിതരാകും. ഈ പറഞ്ഞ പോലെ പിതാവ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിപ്പോയിട്ടില്ലേ, അതിന്റെ തുടർച്ചയിലാണ് ഞാൻ എങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പോലും ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കും എന്ന നിലയിലേക്ക് ആ കുട്ടിക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ള ആശങ്ക. അതിനപ്പുറത്തേക്ക് ഈ നാടിനകത്തുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു മുഴുവൻ മനുഷ്യരും വളരെ പോസിറ്റീവായിട്ട് ഈ പ്രവർത്തനത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഒരാളുടെ പുറത്ത് നിർബന്ധിച്ചുകൊണ്ടുള്ള ഒന്നല്ല എന്നുള്ളതും ഇതിനോടകം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായം നാടിനെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ് ഇത്. അത് നിങ്ങളെപ്പോലെ പലരും ഇതിനു മുൻപും പല ഘട്ടത്തിലും ഉയർത്തിയിട്ടുണ്ട്. അതിനെ മുഴുവൻ പരാജയപ്പെടുത്തിയതിൻ്റെ ചരിത്രമാണ് നമ്മുടെ ചരിത്രം എന്ന് മാത്രം വളരെ വിനയത്തോടെ അങ്ങ് മനസ്സിലാക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത്.